CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. അക്കിക്കാവിൽ കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വെള്ളർക്കാട് സ്വദേശി തറമേൽഞ്ഞാലിൽ വാസുവിന്റെ മകൻ 24 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. അപകടം വരുത്തിയ ലോറിയും ഡ്രൈവറും കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡിയിൽ. ഗുരുവായൂർ പേരകം വാഴപ്പുള്ളി മരക്കാത്ത് ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് 6 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും വെള്ളിയും കവർന്നു. ഒരു പവന്റെ ലോക്കറ്റും താലിയും പൊട്ടുമടങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ, വെള്ളിയുടെ 2 പ്രഭമണ്ഡലങ്ങൾ, ഒരു വെള്ളിവാൾ എന്നിവയാണ് മോഷണം പോയത്. നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഓപ്പറേഷൻ തൂഫാൻ. 10 ലിറ്റർ മദ്യവുമായി മാറഞ്ചേരി സ്വദേശി പെരുമ്പടപ്പ് പോലീസിന്റെ പിടിയിൽ. പരിച്ചകം സ്വദേശി സുരൻ കോതോടിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കടവല്ലൂരിൽ റോഡിലെ കുഴി കാരണം അപകടം പതിവാകുന്നു. 5 ദിവസമായി അപകടത്തിൽപ്പെട്ട ആംബുലൻസ് റോഡിൽ നിന്ന് മാറ്റിയില്ലെന്നും പരാതി. ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെയും ഓപ്പറേഷൻ തൂഫാന്റെയും ഭാഗമായി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സംഘടിപ്പിച്ച ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം കായിക പ്രേമികൾക്ക് ആവേശമായി. ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന മത്സരത്തിൽ ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ സ്കൂൾ ടീം തന്നെ വിജയികളായി. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പാവറട്ടി ജനമൈത്രി പോലീസ് ലഹരിക്കെതിരെ കൂട്ടയോട്ടം നടത്തി. പൂവത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാരംഭിച്ച കൂട്ടയോട്ടം മുല്ലശ്ശേരി പഞ്ചായത്തിന് സമീപം സമാപിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കുന്നംകുളം ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ബൈക്ക് റാലി SHO SR സനീഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നടന്ന ലഹരിവിരുദ്ധ പൊതുസമ്മേളനം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ലഹരിവിരുദ്ധ ദിന സന്ദേശവുമായി അപ്പനും മക്കളും. ആറ്റത്ര സ്വദേശികളായ മെജോ ജോസ്, മക്കളായ എൻ ജോൺ ഏലിയാസ്, എൻവിയ എന്നിവരാണ് ഓപ്പറേഷൻ തൂഫാന് പിന്തുണയുമായി ആറ്റത്രയിൽ നിന്ന് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ വരെ 4 കിലോമീറ്റർ ദൂരം ഓടിയത്. മറ്റം സെന്റ് തോമസ് ഫൊറോനയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമാശ്ലീഹായുടെയും ഈശോയുടെ തിരുഹൃദയത്തിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ജൂലൈ 2, 3 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാനുമായി കൈകോർത്ത് കരിക്കാട് മഹല്ല് ജുമാ മസ്ജിദ് ആൻഡ് നൂറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റി, ആഭ്യന്തര വകുപ്പും സമസ്തയും എന്ന പ്രമേയത്തിൽ പള്ളിയങ്കണത്തിൽ ബോധവൽക്കരണവും ജാഗ്രതാ സദസ്സും സംഘടിപ്പിച്ചു. CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. പാലയൂർ കാവതിയാട്ട ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ നടീൽ ഉദ്ഘാടനം പാർട്ടി ഏരിയ സെക്രട്ടറി TT ശിവദാസൻ നിർവഹിച്ചു. ചൂണ്ടൽ തായങ്കാവ് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. വേലൂരിൽ നിന്നും അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിച്ച പ്രവർത്തകർക്ക് BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സ്നേഹാദരവ് BJP ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. CPIM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VT കുമാരൻ അനുസ്മരണം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.